2024 മാർച്ച് മാസം 15 ജബൽപൂർ മധ്യപ്രദേശ്. സമയം രാവിലെ ഏകദേശം 8:30. കാവ്യ എന്ന പെൺകുട്ടിയിൽ നിന്നും അവളുടെ ബന്ധുക്കൾക്ക് ഒരു വോയിസ് മെസ്സേജ് ലഭിച്ചു. मुस्कान जल्दी जबलपुर आ पापा और तनुष को मुकुल ने मार दिया है. पापा और तनुष को मुकुल ने मार दिया है. मुकुल ने मार. അതിൽ അവൾ പറഞ്ഞത് മുകുൾ അച്ഛനെയും അനുജനെയും കൊന്നു, വേഗം വീട്ടിലേക്ക് വരണമെന്നായിരുന്നു ആ മെസ്സേജിൽ പറഞ്ഞത്. ഈ മെസ്സേജ് കേട്ടതും ബന്ധുക്കളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. ഉടൻ തന്നെ അവർ കാവ്യയുടെ മൊബൈൽ നമ്പറിലേക്ക് ഫോൺ ചെയ്ത് നോക്കി. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഉടൻ തന്നെ ഈ മെസ്സേജിനെ കുറിച്ച് മറ്റു ബന്ധുക്കളെ അറിയിച്ചു. എല്ലാവരും ചേർന്ന് കാവ്യയുടെ വീട്ടിലേക്കും പോയി. അവിടെ എത്തി നിലവിളിച്ച് ആ വാതിൽ മുട്ടാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് അയൽക്കാരും ഓടിയെത്തുകയും അവരും ചേർന്ന് വാതിൽ മുട്ടി. ഇങ്ങനെ വാതിൽ മുട്ടുമ്പോൾ തന്നെ അയൽക്കാരിൽ ഒരാൾ വന്ന് രാവിലെ ഈ വീടിനുള്ളിൽ നിന്നും ഒരു നിലവിളി ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. ഇതും കൂടെ കേട്ടപ്പോൾ ബന്ധുക്കൾക്ക് പരിഭ്രാന്തി കൂടി. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ പോലീസും അവിടെ എത്തി. ആ ഫ്ളാറ്റിനുള്ളിൽ കയറി നോക്കിയ പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. പോലീസ് മാത്രമല്ല, ഈ വാർത്ത കേട്ട ജബൽപൂരിലെ മുഴുവൻ ആളുകളും ഞെട്ടി. ഇതൊരു സെൻസേഷണൽ വാർത്തയാകാൻ തുടങ്ങി. മുകുൾ കാവ്യയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാകുമെന്ന് ബന്ധുക്കൾ ഭയപ്പെടാൻ തുടങ്ങി. കാരണം അവനെതിരെ നേരത്തെ ഒരു റേപ്പ് കേസ് ഉണ്ടായിരുന്നു. അതിനാൽ അവനിൽ നിന്നും കാവ്യയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് ചിന്തിച്ച് അന്വേഷണം നടത്തിയ പോലീസിന് അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ആയിരുന്നു കാത്തിരുന്നത്. അങ്ങനെ കാവ്യയ്ക്ക് എന്ത് സംഭവിച്ചു? ആരാണ് ഈ മുകുൾ? അവൻ കാവ്യയുടെ അച്ഛനെയും സഹോദരനെയും എന്താണ് ചെയ്തത്? മധ്യപ്രദേശിൽ സമീപകാലത്ത് സംഭവിച്ച ഒരു സെൻസേഷണൽ കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. പോലീസ് ആദ്യം കാവ്യയുടെ ബന്ധുക്കളെയും അയൽക്കാരെയും പുറത്തു നിർത്തി വാതിൽ തകർത്ത് ആ ഫ്ളാറ്റിനുള്ളിൽ കടന്ന് പരിശോധിക്കാൻ തുടങ്ങി. ആദ്യം അവർ ഹാള് പരിശോധിച്ചു. മറ്റു മുറികളിലും പരിശോധന തുടർന്നു. അങ്ങനെ അടുക്കളയിലേക്ക് കയറിയപ്പോൾ ഒരു പോളിത്തീൻ ബാഗിൽ പൊതിഞ്ഞ ഒരു ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. അത് കാവ്യയുടെ അച്ഛനായ രാജ്കുമാറിന്റെ ഡെഡ് ബോഡിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കാവ്യ അയച്ച വോയിസ് മെസ്സേജ് ഇപ്പൊ പോലീസ് വിശ്വസിക്കാൻ തുടങ്ങി. അത് സത്യമായതിനാൽ ഇപ്പൊ കാവ്യയുടെ 8 വയസ്സുള്ള സഹോദരനായ തനിഷ്ക് അവന്റെ ബോഡിക്കായിട്ടുള്ള തിരച്ചിൽ തുടങ്ങി. പക്ഷെ ആ വീട്ടിൽ എവിടെയും അവന്റെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ വീട്ടിലെ അലമാരയും ബ്യൂറോയും എല്ലാം പരിശോധിക്കാൻ തുടങ്ങി. ഒടുവിൽ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിനുള്ളിൽ തനിഷ്കിന്റെ ഡെഡ് ബോഡി കണ്ടു. അതും പോളിത്തീൻ കവർ കൊണ്ട് പൊതിഞ്ഞിരുന്നു. അതിന് മുകളിലായി ഒരു ബെഡ്ഷീറ്റ് കൊണ്ടും പൊതിഞ്ഞിരുന്നു. അടുത്ത നിമിഷം തന്നെ ആംബുലൻസ് അവിടേക്ക് വന്നു. ആംബുലൻസിനെ കണ്ടതും ബന്ധുക്കളുടെയും അയൽവാസികളുടെയും ഇടയിൽ ബഹളമുണ്ടാകാൻ തുടങ്ങി. എന്നാൽ ഫ്ളാറ്റിനുള്ളിൽ നിന്നും 2 ഡെഡ് ബോഡി സ്ട്രക്ചറിൽ കൊണ്ടുവന്നപ്പോൾ ആ ബഹളം കണ്ണുനീരായി മാറി. ആ ഒരു സങ്കടത്തിലായിരിക്കുമ്പോൾ എല്ലാവരും ചിന്തിച്ചത് കാവ്യയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ്. അവൾ എവിടെയാണ്? മുകുൾ അവളെ എന്ത് ചെയ്തിട്ടുണ്ടാകും? പോലീസ് അതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങും മുൻപ് ഈ 2 ഡെഡ് ബോഡിയെയും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. ക്രൈം സീൻ സുരക്ഷിതമാക്കാൻ തുടങ്ങി. പോലീസ് വീടിനുള്ളിൽ നോക്കാൻ തുടങ്ങിയപ്പോൾ ഭിത്തിയിലും തറയിലും യാതൊരു പാടുകളും ഇല്ലായിരുന്നു. അപ്പോ കില്ലർ എങ്ങനെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചപ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചത്. റിപ്പോർട്ടിൽ കാവ്യയുടെ അച്ഛന്റെ രാജ്കുമാറിന്റെ തലയിൽ 10 മുറിവുകൾ ഉണ്ടായിരുന്നു. തലയോട്ടി പൊട്ടിയിട്ടുണ്ട്. തനിഷ്കിന്റെ തലയിൽ 6 മുറിവുകൾ ഉണ്ടായിരുന്നു. അവനെ ഫ്രിഡ്ജിൽ വെച്ചതിനു ശേഷം ചില മണിക്കൂർ കഴിഞ്ഞാണ് അവൻ മരിച്ചതെന്ന് മനസ്സിലായി. പോലീസിന്റെ അന്വേഷണത്തിൽ ലഭിച്ച CCTV ദൃശ്യങ്ങൾ, അയൽവാസികൾ അവരെക്കുറിച്ച് പറഞ്ഞത്, ഓട്ടോപ്സി റിപ്പോർട്ട് ഇവയെല്ലാം വെച്ച് നോക്കുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് പോലീസിന് കൺമുൻപിൽ തന്നെ കാണാൻ കഴിഞ്ഞു. മില്ലേനിയം കോളനി ജബൽപൂരിലെ ഒരു റെയിൽവേ ക്വാർട്ടേഴ്സ് ആണ്. ഇവിടെ 52-കാരനായ രാജ്കുമാറും 16 വയസ്സുള്ള മകൾ കാവ്യ, 8 വയസ്സുള്ള മകൻ തനിഷ്ക്, ഇവർ 3 പേരും ഒരുമിച്ച് താമസിക്കുന്നു. രാജ്കുമാർ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഹൃദയാഘാതം മൂലം മരിച്ചു. അതിനാൽ രാജ്കുമാർ ജോലിക്ക് പോവുകയും മക്കളെയും ശ്രദ്ധിക്കേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. കാരണം ബന്ധുക്കൾ ജബൽപൂരിൽ നിന്നും 230 കിലോമീറ്റർ അകലെയുള്ള വിപാര്യ എന്ന പട്ടണത്തിലായിരുന്നു. ഇങ്ങനെ അടുത്തുണ്ടായിരിക്കേണ്ടവർ അകലെ ആയതുകൊണ്ടും അകലെ ആയിരിക്കേണ്ടവർ അടുത്തുണ്ടായിരുന്നതുകൊണ്ടുമാണ് അച്ഛനും മകനും ദാരുണമായ അവസ്ഥയിൽ മരിക്കേണ്ടി വന്നത്. കാരണം അവരുടെ വീടിനടുത്തായിരുന്നു 19 വയസ്സുള്ള മുകുൾ സിംഗ് താമസിച്ചത്. അവൻ കാവ്യ താമസിക്കുന്ന അതേ കോളനിയിൽ മാതാപിതാക്കളോടൊപ്പം താമസിച്ചു.
അങ്ങനെ ഒരു ദിവസം മുകുൾ കാവ്യയെ കണ്ട ഉടനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൾ സ്കൂളിൽ പോകുമ്പോഴും വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം അവളെ വഴി തടഞ്ഞ് ശല്യം ചെയ്യാൻ തുടങ്ങി. കാവ്യ ഇത് വീട്ടുകാരോട് പറഞ്ഞു. അവളുടെ അച്ഛൻ മുകുളിന്റെ വീട്ടിലേക്ക് ചെന്ന് അവനെ ശകാരിക്കുകയും താക്കീത് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷവും മുകുളിന്റെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടി ഉണ്ടായില്ല. അതിനാൽ മുകുൾ അവളെ കളിയാക്കുന്നതും ശല്യം ചെയ്യുന്നതും തുടർന്നു. 2023 സെപ്റ്റംബറിൽ കാവ്യയുടെ പിതാവ് ദേഷ്യത്തിൽ പോലീസിൽ ഒരു പരാതി നൽകി. പരാതി ശക്തമായി നൽകിയതിനാലും കാവ്യയ്ക്ക് 15 വയസ്സ് മാത്രം പ്രായമുള്ളതുകൊണ്ടും മുകുളിനെ പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഏതാനും മാസങ്ങൾക്ക് ശേഷം, അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് കുറച്ചു ദിവസം മുൻപാണ് അവൻ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. അങ്ങനെ വന്ന അവന്റെ പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റമുണ്ടായി. കാരണം അതിന് മുൻപ് വരെയും ബോഡി ബിൽഡിങ്ങിൽ താല്പര്യമുണ്ടായിരുന്ന മുകുൾ പതിയെ ക്രൈം ത്രില്ലർ സിനിമയിൽ വരുന്ന വില്ലനെ പോലെ ആകാൻ തുടങ്ങി. ജയിലിൽ ഉണ്ടായിരുന്ന മറ്റ് അന്തേവാസികളിൽ നിന്നും പിടിക്കപ്പെടാതെ എങ്ങനെ ഒരാളെ കൊല്ലാം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി. അങ്ങനെ കാവ്യയുടെ അച്ഛനോട് പ്രതികാരം ചെയ്യാൻ, അദ്ദേഹത്തെ കൊല്ലാൻ അടുത്ത ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. അവന്റെ പദ്ധതി അനുസരിച്ച് മാർച്ച് 15 പുലർച്ചെ 3 മണിയായിട്ടുണ്ടാകും. മുകുൾ സിംഗ് തന്റെ വീട്ടിൽ നിന്ന് കൊലപാതകം ചെയ്യാനുള്ള ആയുധം, പോളിത്തീൻ കവർ എല്ലാം ബാഗിൽ എടുത്തുകൊണ്ടുവന്നു. കയ്യിൽ കയ്യുറ ധരിച്ച് പതിയെ കാവ്യയുടെ ഫ്ലാറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചു. പിന്നെ അവൻ ആരും അറിയാതെ ഒരു മുറിയിൽ ഒളിച്ചു. സമയം രാവിലെ 7:30 കഴിഞ്ഞു. കാവ്യയുടെ അച്ഛൻ ഉണർന്ന് പാചകം ചെയ്യാനായി അടുക്കളയിലേക്ക് കയറി. അടുക്കളയിലേക്ക് പോകുന്നത് ശ്രദ്ധിച്ച മുകുൾ കയ്യിലുണ്ടായിരുന്ന ആയുധം എടുക്കുന്നു. അവൻ പതുക്കെ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ആ ആയുധം കൊണ്ട് പാചകം ചെയ്തുകൊണ്ടിരുന്ന രാജ്കുമാറിന്റെ തലയിൽ തന്നെ അടിക്കാൻ തുടങ്ങി. എന്ത് സംഭവിക്കുന്നു എന്ന് രാജ്കുമാർ മനസ്സിലാക്കും മുൻപ് തന്നെ ദേഷ്യത്തിൽ തുടർച്ചയായി 10 തവണ അടിച്ചു. അങ്ങനെ അടിച്ചപ്പോൾ അടുക്കളയിലെ ഭിത്തിയിലും തറയിലും എല്ലാം രക്തം തെറിക്കാൻ തുടങ്ങി. ഉടനെ തളർന്നു വീണ രാജ്കുമാർ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇതൊന്നും അറിയാതെ വീടിനുള്ളിൽ കളിച്ചുകൊണ്ടിരുന്ന കാവ്യയുടെ 8 വയസ്സുള്ള സഹോദരൻ തനുഷ്കിനെ അടിക്കാൻ തുടങ്ങി. ഇത് സംഭവിക്കുന്ന അതേ സമയമാണ് ഫ്ലാറ്റിനുള്ളിൽ നിന്നും ആരോ അച്ഛ എന്ന് നിലവിളിക്കുന്ന ശബ്ദം പുറത്ത് കേട്ടു. പക്ഷേ ആ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്ന ശബ്ദങ്ങൾ പുറത്ത് കേൾക്കാറുണ്ട്. അതുകൊണ്ട് അയൽക്കാർ അത് വലിയ കാര്യമാക്കിയില്ല. എന്നാൽ വാച്ച്മാനെ കൊണ്ട് അങ്ങനെ ആകാൻ കഴിയില്ലല്ലോ. അദ്ദേഹം ശബ്ദം കേട്ട ഉടനെ തന്നെ ആ ഫ്ലാറ്റിന് മുൻപിൽ വന്ന് നിന്നു. വാച്ച്മാൻ പോകുന്നത് ശ്രദ്ധിച്ച് ചില അയൽക്കാരും പുറകെ പോയി. എന്താണ് സംഭവിച്ചത് എന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അകത്തുനിന്ന് ഇതെല്ലാം ശ്രദ്ധിച്ച മുകുൾ ഭയപ്പെടാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും അകത്തുനിന്ന് രക്ഷപ്പെടണം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ജീവന് വേണ്ടി മല്ലിടുന്ന തനുഷ്കിനെ തല്ലുന്നത് നിർത്തി പോളിത്തീൻ കവറും ബെഡ്ഷീറ്റും കൊണ്ട് പൊതിഞ്ഞ് ജീവനോടെ തന്നെ അവനെ ഫ്രിഡ്ജിനുള്ളിൽ വെച്ച് പൂട്ടി. പക്ഷെ അകത്ത് നടക്കുന്ന ഈ ദാരുണമായ സംഭവം അറിയാതെ പുറത്തു നിന്നിരുന്ന വാച്ച്മാനും അയൽക്കാരും കുറച്ചുനേരം ഉള്ളിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാതിരുന്നതിനാൽ അവർ പോവുകയും ചെയ്തു. അവർ പോയി എന്നറിഞ്ഞപ്പോൾ മുകുളിന് ആശ്വാസം തോന്നി. ഇപ്പോ അവൻ പോളിത്തീൻ കവർ കൊണ്ട് രാജ്കുമാറിന്റെ ഡെഡ് ബോഡി പൊതിഞ്ഞു. അതിനുശേഷം ഈ അടുക്കളയിൽ തെറിച്ചിരുന്ന രക്തക്കറ എല്ലാം വൃത്തിയാക്കി. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പോലീസ് കളക്ട് ചെയ്ത CCTV ഫുട്ടേജിലൂടെ ഒരുപക്ഷെ ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടാകും എന്ന നിഗമനത്തിലെത്തി. ഇതിനുശേഷമാണ് കാവ്യയുടെ മൊബൈൽ നമ്പറിൽ നിന്ന് അവരുടെ ബന്ധുക്കൾക്ക് ആമുഖത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു വോയിസ് മെസ്സേജ് വന്നു. മുകുൾ അച്ഛനെയും സഹോദരനെയും കൊന്നു എന്ന്. ഈ മെസ്സേജ് കണ്ട ബന്ധുക്കൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് അവിടെ എത്തിയത്. ഇനി കാവ്യയ്ക്ക് എന്താണ് സംഭവിച്ചത്? കാവ്യയുടെ അച്ഛൻ 8 വയസ്സുള്ള സഹോദരനെയും യാതൊരു ദയയുമില്ലാതെ കൊന്ന മുകുൾ കാവ്യ എന്ത് ചെയ്തു? കാവ്യ ഇപ്പോൾ എവിടെയാണ്? ഈ ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം. ഇതേ ചോദ്യത്തോടുകൂടി പോലീസ് ഈ ഒരു കേസിനെ ഗൗരവമായി അന്വേഷിക്കാൻ തുടങ്ങി. മുകുൾ എവിടേക്ക് പോയി എന്ന് പരിശോധിക്കാൻ അവർ നിരവധി CCTVകൾ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കാവ്യയുടെ ബന്ധുക്കൾ 12 കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് എത്തിയല്ലോ. അത് കഴിഞ്ഞ് ഏകദേശം 12:30 മുകുൾ ആ കോളനിയിൽ നിന്നും ഒരു ചുവന്ന കളർ സ്കൂട്ടി എടുത്ത് പുറത്തേക്ക് പോകുന്നത് CCTVയിൽ റെക്കോർഡായിരുന്നു. അങ്ങനെ അവൻ എവിടെ പോകുന്നു എന്നുള്ളത് അടുത്തടുത്ത CCTV ഉപയോഗിച്ച് തന്നെ പോലീസ് പിന്തുടരാൻ തുടങ്ങി. പക്ഷെ പോലീസുകാർ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവായിരുന്നു അവിടെ സംഭവിച്ചത്. അങ്ങനെ മുകുൾ സ്കൂട്ടി എടുത്തിട്ട് പോയ അടുത്ത ചില മിനിറ്റിൽ തന്റെ അച്ഛനെയും സഹോദരനെയും കൊന്നു എന്ന് വോയിസ് മെസ്സേജ് അയച്ച കാവ്യ അതേ കോളനിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നതും ആ CCTVയിലൂടെ കാണുന്നു. അങ്ങനെ പോയ കാവ്യ അവിടെ നിന്നും കുറച്ചു ദൂരം നടന്ന് അവൾക്കായി അവിടെ കാത്തു നിന്നിരുന്ന ഒരു വാഹനത്തിൽ കയറി. അതെ, നിങ്ങൾ എല്ലാവരും ഊഹിച്ചത് ശരി തന്നെയാണ്. കാവ്യ കയറിപ്പോയ ആ വണ്ടി കാവ്യയ്ക്ക് വേണ്ടി അവിടെ കാത്തിരുന്നത് മറ്റാരുമല്ല,
കാവ്യയുടെ അച്ഛനെയും 8 വയസ്സുള്ള സഹോദരനെയും ക്രൂരമായി കൊന്ന മുകുലാണ്. ഈ CCTV കണ്ടതിന് ശേഷമാണ് പോലീസിന് ഒരു പ്രധാനപ്പെട്ട വിവരം ലഭിച്ചത്. കാവ്യയുടെ അച്ഛൻ മുകുലിനെതിരെ പോലീസിൽ ഒരു പരാതി നൽകി. അവൻ ജയിലിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ കാവ്യയുടെ അച്ഛൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അപ്പോൾ പോലീസിന് മനസ്സിലായി. യഥാർത്ഥത്തിൽ കാവ്യയുടെ അച്ഛൻ മുകുൽ തന്റെ മകളെ ശല്യം ചെയ്യുകയാണെന്ന് അവന്റെ വീട്ടിൽ ചെന്ന് പരാതിപ്പെട്ടു. എന്നാൽ അതിനുശേഷവും കാവ്യ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴുമെല്ലാം മുകുൽ ശല്യപ്പെടുത്തുന്നത് അവസാനിപ്പിച്ചില്ല. ഇവിടെയാണ് അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചത്. ഒരു ഘട്ടത്തിൽ തന്നെ അത്രയും ദിവസം കളിയാക്കിക്കൊണ്ടിരുന്ന, ശല്യം ചെയ്തുകൊണ്ടിരുന്ന മുകുലിനെ കാവ്യ പ്രണയിക്കാൻ തുടങ്ങി. രണ്ടുപേരും പലപ്പോഴും പുറത്ത് കണ്ടുമുട്ടാൻ തുടങ്ങി. ഒരു ദിവസം അവർ രണ്ടുപേരും ചേർന്ന് ഭോപ്പാൽ വരെയും പോയിരുന്നു. എന്നാൽ രണ്ടുപേരും ഭോപ്പാൽ വരെ പോയ കാര്യം എങ്ങനെയോ കാവ്യയുടെ അച്ഛൻ അറിഞ്ഞു. ഉടൻ തന്നെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് മുകുലിനെതിരെ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. അതുകൊണ്ടാണ് മുകുലിനെ പോക്സോ ചുമത്തി ജയിലിലടച്ചത്. കാവ്യയുടെ അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. കാരണം കാവ്യയുടെ മനസ്സോടുകൂടിയാണ് മുകുലിനൊപ്പം അവൾ പോയത്. അതിനാൽ അവന്റെ പേരിൽ മാത്രം തെറ്റില്ല. അതിനാൽ മുകുലിന്റെ പേരിൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നുവെന്ന് ഒരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ അദ്ദേഹം ഇങ്ങനെ ചെയ്തതിനും ഒരു കാരണമുണ്ടായിരുന്നു. മുകുലിന്റെ സ്വഭാവം നല്ലതല്ലായിരുന്നു. ആ കോളനിയിലെ പലരും അവന്റെ മോശം സ്വഭാവത്തെക്കുറിച്ച് പരാതിപ്പെട്ടിരുന്നു. മുകുലിന്റെ കുടുംബം തന്നെ ആ കോളനിയിൽ നിന്നും പോകണം, വീടൊഴിപ്പിച്ച് പോകണം എന്ന് പലതവണ പരാതിപ്പെട്ടിട്ടുണ്ട്. അത് ഒരു സർക്കാർ ജീവനക്കാരുടെ കോളനി ആയതുകൊണ്ട് സർക്കാരിൽ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. കാവ്യയുടെ അച്ഛൻ രാജ്കുമാർ ചിന്തിച്ചത്, അവർ പോയില്ലെങ്കിൽ എന്താ, സമ്മർ ഹോളിഡേസ് അവസാനിച്ചതിന് ശേഷം കാവ്യയെ സഹോദരന്റെ വീട്ടിലേക്ക് അയക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും മുകുലിനെ കൊണ്ട് കാവ്യയെ കാണാൻ സാധിക്കില്ല. പിന്നെ അവനെ ജയിലിലടച്ചതും അദ്ദേഹമാണ്. ഇതെല്ലാം ചേർന്നാണ് മുകുൽ രാജ്കുമാറിനെ കൊല്ലാൻ പ്രേരിപ്പിച്ചത്. ഇതെല്ലാം മനസ്സിലാക്കിയ പോലീസ് ഇവർ രണ്ടുപേരും എവിടെ പോയിട്ടുണ്ടാകുമെന്നറിയാനായി അടുത്തടുത്ത CCTV വെച്ച് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. സ്കൂട്ടറിൽ പോയ ഇരുവരും ബസ് സ്റ്റാൻഡിലെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി. പിന്നീട് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. എന്നാൽ അവിടെ നിന്നും എവിടേക്ക് പോയി എന്നുള്ളത് CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഈ രണ്ടുപേരുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ട്രേസ് ചെയ്യുമ്പോൾ 3 ദിവസത്തിന് മുൻപ് പൂനെയിലെ ഒരു റെസ്റ്റോറന്റിൽ മുകുലിന്റെ മൊബൈൽ നമ്പറിൽ നിന്നും പണമിടപാട് നടത്തിയെന്ന് മനസ്സിലായി. അതിനാൽ ഉടൻ തന്നെ ജബൽപൂർ പോലീസ് പൂനെയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അറിയിപ്പ് നൽകി. ഉടൻ തന്നെ ഒരു പോലീസ് സംഘം അവിടെ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവരവിടെ ഇല്ല. പിന്നീട് അവരുടെ ടവർ ലൊക്കേഷൻസ് കാണിച്ചത് പൂനെയിൽ നിന്നും വിശാഖപട്ടണം, അവിടെ നിന്ന് ഗോവ, ഗോവയിൽ നിന്ന് മുംബൈ, അങ്ങനെ അവസാനം കർണാടകയിൽ കാണിച്ചു. എന്നാൽ പിന്നീട് അവരുടെ ലൊക്കേഷൻ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് പോലീസ് 10,000 രൂപ റിവാർഡ് അറിയിച്ചു. പിന്നീട് 2 മാസത്തോളം പോലീസ് ഇവരെ വലവീശി തിരിയാൻ തുടങ്ങി. അങ്ങനെ പ്രായപൂർത്തിയാകാത്ത കാവ്യയെ മെയ് മാസം 28-ാം തീയതി ഹരിദ്വാറിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 2 ദിവസങ്ങൾക്ക് ശേഷം മെയ് മാസം 30-ന് പ്രതിയായ മുകുൽ സിംഗ് ജില്ലയിലെ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു. ഈ ഒരു കേസിൽ കാവ്യയുടെ അച്ഛൻ 8 വയസ്സുള്ള സഹോദരൻ കൊല്ലപ്പെട്ടത് കാവ്യയുടെ മനസ്സോടുകൂടിയാണ്. ഇവയെല്ലാം സംഭവിച്ചത് അവളുടെ ഇഷ്ടത്തോടു കൂടിയാണ്. ഇത് തന്നെ കേൾക്കാൻ വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകുൽ മാത്രമാണോ ഇത് ചെയ്തത്, അതോ കാവ്യ ഇതിനെ സഹായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കൊലപാതകം ചെയ്തു തന്നെ കാവ്യയാണോ? എന്തൊക്കെയായാലും ഒരു അച്ഛനെന്ന നിലയിൽ രാജ്കുമാർ ചെയ്തതെല്ലാം ശരിയാണ്. എങ്ങനെയെങ്കിലും തന്റെ മകളെ ഒരു മോശം സ്വഭാവമുള്ളവനിൽ നിന്നും രക്ഷിക്കാൻ തന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം അദ്ദേഹം ശരിയായി തന്നെ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് സംഭവിച്ച അവസ്ഥ എന്താണെന്ന് നോക്കുക. ഇത് കൂടാതെ ആ 8 വയസ്സുള്ള ചെറിയ കുഞ്ഞ്, അവൻ എന്ത് തെറ്റാണ് ചെയ്തത്? സമൂഹത്തിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെ മാറിയിരിക്കുകയാണ്. കേവലം പ്രണയത്തിനു വേണ്ടി, 2-3 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന സ്നേഹത്തിനു വേണ്ടി സ്വന്തം കുടുംബത്തെ പോലും നശിപ്പിക്കാൻ തയ്യാറാകുന്ന യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരികയാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. മുകുൽ, കാവ്യ ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.